നമ്മുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ കുട്ടികളെ, വീണ്ടും ഒരു ദിവസം കൂടി നല്ല ദൈവം നമ്മളെ ഒന്നിച്ച് ചേർത്തിരിക്കുകയാണ്. ആ നല്ല ദൈവത്തിന് നമ്മൾക്ക് നന്ദി പറയാം. 12ാം ക്ലാസ്സിൻ്റെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ നമ്മൾ സഞ്ചരിച്ച് 7ാമത്തെ പാഠമൊക്കെ പഠിച്ച് നിങ്ങൾ നല്ല ബോധ്യങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുകയാണല്ലോ. നിങ്ങളെ 8ാമത്തെ പാഠത്തിലേക്ക് സാറ് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയകുട്ടികളെ, കത്തോലിക്ക സഭയും ഇതര ക്രൈസ്തവ സഭകളും എന്നുള്ളതാണ് 8ാമത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന പാഠം. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ജോബി സാറ് 7ാമത്തെ ക്ലാസ് നിങ്ങൾക്ക് നൽകിയ ബോധ്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് 7ാമത്തെ പാഠത്തിൽ നിങ്ങളോട് പറഞ്ഞത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അല്ലേ? സാറ് വളരെ മനോഹരമായി ക്ലാസ് എടുക്കുകയുണ്ടായി. 7ാമത്തെ പാഠം ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കാം അല്ലേ? ക്രിസ്തീയ ജീവിതം വചനാനുസൃതം ആയിരിക്കണം, വചനാധിഷ്ഠിതമാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളതായിരുന്നു 7ാമത്തെ പാഠം. ആ 7ാമത്തെ പാഠത്തിന് 2-3 പോയിന്റുകൾ നിങ്ങൾക്ക് നോക്കാം അല്ലേ? നമ്മൾക്കൊന്ന് നോക്കാം. കാരണം നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് പഠിച്ചു. ബൈബിൾ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണെന്ന് നമ്മൾ 6ാമത്തെ പാഠത്തിൽ പഠിക്കുകയുണ്ടായി. 7ാമത്തെ പാഠത്തിൽ അതിൻ്റെ തുടർച്ചയായിട്ട് ക്രിസ്തീയ ജീവിതം വചനാധിഷ്ഠിതമായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ കണ്ട 2-3 പോയിന്റുകൾ നോക്കാം അല്ലേ? എന്തായിരുന്നു അത്? വചനത്തിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചത്. ഒന്നാമത്തെ ധർമ്മം എന്തായിരുന്നു? വചനം ജീവൻ നൽകുന്നതാണ് വചനം എന്നുള്ളതാണ്. ജീവൻ നൽകുന്ന വചനത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു. രണ്ടാമത് നമ്മൾ ആ 7ാമത്തെ പാഠത്തിൽ കണ്ട പോയിൻ്റ് ജോബി സാർ നിങ്ങളോട് പറഞ്ഞു തന്നത് രൂപാന്തരപ്പെടുത്തുന്ന വചനത്തെക്കുറിച്ചാണ്. വളരെ മനോഹരമായി സാർ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. മൂന്നാമതൊരു പോയിൻ്റ് നിങ്ങൾ കണ്ടത് വിശുദ്ധീകരിക്കുന്ന വചനത്തെക്കുറിച്ചാണ്. അതിനുശേഷം നമ്മൾ വചനത്തിൻ്റെ വിവിധ ധർമ്മങ്ങളെക്കുറിച്ച് കാണുകയുണ്ടായി. എങ്ങനെയാണ് നമ്മൾ ജീവിതം നയിക്കേണ്ടത്, വചനാധിഷ്ഠിതമുള്ളൊരു ജീവിതം നമ്മൾക്ക് എങ്ങനെ നയിക്കാമെന്നൊക്കെ 7ാമത്തെ പാഠത്തിൽ നമ്മൾ കണ്ടു. 6ാമത്തെ പാഠത്തിൽ ബൈബിളിനെക്കുറിച്ച് ആധികാരികമായി നമ്മൾ പഠിച്ചു. 7ാമത്തെ പാഠത്തിൽ വചനാധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് വേണമെന്ന് നമ്മൾ കാണുകയുണ്ടായി. പ്രിയ കുട്ടികളെ, ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കത്തോലിക്ക സഭയെയും ഇതര ക്രൈസ്തവ സഭകളെയും കുറിച്ചാണ്. നിങ്ങൾക്ക് ഒരു പോയം ഇവിടെ കാണാം, ഒരു മനോഹരമായ പദ്യം നിങ്ങൾക്ക് പുറകിൽ കാണാം. ഈ പദ്യം എഴുതിയത് കാർഡിനൽ ജോൺ ഹെൻറി ന്യൂമാൻ എന്ന് പറയുന്ന ആളാണ് എന്ന് അതിൻ്റെ അടിയിൽ സാർ എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ പദ്യം ഇവിടെ കൊടുക്കാൻ കാരണം? ഇത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണല്ലേ, ലീഡ് കൈൻഡ്ലി ലൈറ്റ്, നിത്യപ്രകാശമേ നയിക്കുക എന്നെ നീ എന്നുള്ള ആ പാട്ടൊരു പക്ഷേ നിങ്ങൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാകും. ഇതിവിടെ സാറ് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1845 ആണ് ഈ ജോൺ ഹെൻറി ന്യൂമാൻ എന്ന് പറയുന്ന ഈ ആംഗ്ലിക്കൻ സഭയിലെ ഒരംഗം കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് കത്തോലിക്കനായി മാറിയത്. 1845 അദ്ദേഹത്തെ 2 കാര്യങ്ങളാണ് അദ്ദേഹം കത്തോലിക്കനാകാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത്. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കത്തോലിക്ക സഭയിലേക്ക് വന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ ഒന്നാമതായിട്ട് ജോൺ ഹെൻറി ന്യൂമൻ പറഞ്ഞത് കത്തോലിക്ക സഭയിലെ വിശുദ്ധ കുർബാനയാണ്. സ്വയം മുറിക്കപ്പെടുന്ന ഈശോ, ഒരു അപ്പത്തിലേക്ക് ചുരുങ്ങി നമ്മളെ സ്നേഹിക്കുന്ന ഈശോ, വിശുദ്ധ കുർബാന സ്ഥാപിച്ച ആ ഈശോയുടെ സ്നേഹമാണ് ഒന്നാമതായിട്ട് ജോൺ ഹെൻറി ന്യൂമാനെ കത്തോലിക്ക സഭയിലേക്ക് ആകർഷിച്ചത്. 2 അനുതാപത്തിൻ്റെ കൂദാശയായ വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയാണ് അദ്ദേഹത്തെ കത്തോലിക്ക സഭയിലെ ഒരു അംഗമാകാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. എന്നിട്ട് അദ്ദേഹം എഴുതിയ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്സിൽ അദ്ദേഹം പറയുകയാണ്, കത്തോലിക്ക സഭയിൽ വെളിപാടിൻ്റെയും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെയും പൂർണ്ണതയുണ്ടെന്ന് ന്യൂമാൻ തിരിച്ചറിഞ്ഞു എന്ന് പറയുകയാണ്. ആ സഭയെയും ഇതര സഭകളെയും കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു നിമിഷം നമ്മൾക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. കത്തോലിക്ക സഭയിലെ അംഗങ്ങളായ നമ്മൾക്ക് അഭിമാനത്തോടു കൂടി നമ്മൾക്ക് നന്ദി പറഞ്ഞ് ഒരു നിമിഷം പ്രാർത്ഥിച്ചൊരുങ്ങാം. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, കർദിനൽ ന്യൂമാനെ പോലെ ഞങ്ങളും ഇന്ന് അഭിമാനിക്കുകയാണ്. കത്തോലിക്ക സഭയിലെ അംഗങ്ങളായി തീർന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുകയും ആ സഭയിലെ മക്കളാക്കാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കത്തോലിക്ക സഭയിലെ അംഗങ്ങളായി സഭയെ സ്നേഹിച്ചുകൊണ്ട് സഭാ പ്രവർത്തനത്തിലെല്ലാം ഏർപ്പെട്ട് സാക്ഷികളായി മാറുവാൻ, നിനക്ക് സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ, സ്വർഗീയ മധ്യസ്ഥരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ കുട്ടികളെ, നമ്മൾക്കിന്ന് നൽകപ്പെട്ടിരിക്കുന്ന വചനം പൗലോസ് കൊളോസ്സർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-19 തിരുവചനങ്ങളാണ്. നമ്മൾക്കതൊന്ന് വായിക്കാം. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ
പ്രഥമസ്ഥാനീയനായി. എന്തെന്നാൽ അവനിൽ സർവ്വസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയ കുട്ടികളെ, ഈ വചനം നമ്മൾക്ക് ആഴത്തിൽ പഠിക്കാം. ആ വചനത്തെ നിങ്ങൾ പല പ്രാവശ്യം വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് സാർ ആഗ്രഹിക്കുകയാണ്. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ ഈശോ മിശിഹായാൽ സ്ഥാപിതമാണ് കത്തോലിക്ക സഭ. നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കത്തോലിക്ക സഭയെക്കുറിച്ചും ഇതര ക്രൈസ്തവ സഭകളെക്കുറിച്ചുമാണെങ്കിൽ എന്താണ് ഈ കത്തോലിക്ക സഭ എന്നാണ് നമ്മൾ ആദ്യം കാണേണ്ടതല്ലേ. നമ്മളൊക്കെ അംഗങ്ങളായ കത്തോലിക്ക സഭയുടെ ഡെഫിനിഷനാണിത്. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ ഈശോ മിശിഹായാൽ സ്ഥാപിതമാണ് കത്തോലിക്ക സഭ എന്നുള്ള ഒരു ഉറച്ച ബോധ്യം നിങ്ങൾക്ക് വേണം. നിങ്ങൾക്കൊരു കോട്ട് പുറകിലത്തെ സ്ക്രീനിൽ കാണാം അല്ലേ. ആ കോട്ട് ആരുടെയാണെന്നറിയാവോ? ആ കോട്ട് ഫുൾട്ടൻ ജെ ഷീൻ എന്ന് പറയുന്ന ഭാഗ്യസ്മരണാർഹനായ ബിഷപ്പിൻ്റെതാണ്. വിശുദ്ധനായി നാമകരണം ചെയ്യാൻ കാത്തിരിക്കുന്ന ഫുൾട്ടൻ ജെ ഷീൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു, യു ഹാവ് ഹേർഡ് ഇറ്റ് സെഡ്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, ഐ വാണ്ട് നോ ചർച്ച് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ മീ ആൻഡ് ക്രൈസ്റ്റ്. പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും, എനിക്ക് ക്രിസ്തുവുമായിട്ടുള്ള, ഞാനും ക്രിസ്തുവും തമ്മിൽ ഒരു സഭയും മീഡിയേറ്ററായിട്ട് ആവശ്യമില്ല, സഭയുടെ മധ്യസ്ഥം തന്നെ എനിക്ക് ആവശ്യമില്ലെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാകും. എന്തിനാണ് സഭ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ദർ ഈസ് നോ ചർച്ച് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ അസ് ആൻഡ് ക്രൈസ്റ്റ്. നമ്മളുടെയും ക്രിസ്തുവിൻ്റെയും മധ്യത്തിൽ ഒരു സഭയും നിലനിൽക്കുന്നില്ല. അതിന് കാരണം ദ ചർച്ച് ഈസ് ക്രൈസ്റ്റ്, സഭ തന്നെയാണ് ക്രിസ്തു എന്ന് അദ്ദേഹം പറയുകയാണ്. സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഫുൾട്ടൻ ജെ ഷീൻ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്. പ്രിയ കുട്ടികളെ, സഭയുടെ ശിരസ്സും ക്രിസ്തുവും സഭ ക്രിസ്തുവിൻ്റെ ശരീരവുമാണെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ ഈശോ മിശിഹായാൽ സ്ഥാപിതമാണ് എന്നുള്ള ബോധ്യം നമ്മൾക്ക് ഉണ്ടാകണം. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഈ സഭ, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ വളർന്ന് അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായി വിവിധ സഭാ കൂട്ടായ്മകളുണ്ടായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് ഈ ഇതര ക്രൈസ്തവ സഭകളൊക്കെ ഉണ്ടായത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച സഭ, അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ സഭ വിവിധ സഭാ കൂട്ടായ്മകളിലൂടെ വളർന്നു വന്നു. നിങ്ങൾക്ക് പുറകിലൊരു മാപ്പ് കാണാം. ആ മാപ്പ് നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഈ പ്രാദേശിക സഭകളെക്കുറിച്ച് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ. റോമായിലെ സഭ, കോറിന്തോസിലെ സഭ, അന്ത്യോക്യയിലെ സഭ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില സംശയങ്ങളുണ്ടാകാം, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന്. ആ ഓരോ സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് വേണ്ടി പൗലോസ്ലീഹ എഴുതിയ ലേഖനങ്ങളാണ്. ആ സഭ, ആ പ്രദേശത്ത് അധിവസിക്കുന്ന ആ സമൂഹത്തെയാണ് ആ പ്രദേശത്തിൻ്റെ പേരിട്ട് വിളിക്കുന്നതാണ്. അവിടെ രൂപീകൃത ആയ സഭകളെക്കുറിച്ചാണ്. പ്രിയ കുട്ടികളെ, ജെറൂസലേമിൽ നിന്ന് 2415 കിലോമീറ്റർ അകലെ ഉള്ള സഭയാണ് ഈ പറയുന്ന തെസലോനിക്കായിലെ സഭ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ മാപ്പിൽ വ്യക്തമായിട്ട് സാറ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്രമാത്രം ദൂരെയാണ് തെസലോനിക്കായിലെ സഭയ്ക്ക് വേണ്ടി പൗലോസ്ലീഹ എഴുതിയ ലേഖനങ്ങൾ ഒക്കെ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ റോമായിലെ സഭയും അന്ത്യോക്യയിലെ സഭയും ഇതൊക്കെ നിങ്ങൾക്കിവിടെ മാപ്പിൽ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങളത് കണ്ടു മനസ്സിലാക്കുക. ഇങ്ങനെയാണ് വിവിധ പ്രദേശങ്ങളിൽ സഭ വളർന്നത് എന്ന് നിങ്ങൾക്കൊരു ഏകദേശ ബോധ്യം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് സഭ ആ മാപ്പ് അവിടെ ഇട്ടത്. അതുപോലെ തന്നെ ഏകദേശം 3800 കിലോമീറ്റർ, 4000 കിലോമീറ്ററിനടുത്ത് താണ്ടിയാണ് വിശുദ്ധ തോമസ് ലീഹ ഭാരതത്തിൽ വന്നതെന്നും ഇവിടെ നമ്മളുടെ മാർത്തോമ ക്രിസ്ത്യാനികൾ ഉണ്ടായതെന്നും സഭയെ നമ്മുടെ ഭാരതത്തിൽ വളർത്തിയെന്നും നിങ്ങൾ ആ കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമെന്ന് സാർ ആഗ്രഹിക്കുകയാണ്. പ്രിയ കുട്ടികൾ, ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കത്തോലിക്ക സഭയുടെ 4 ലക്ഷണങ്ങളെക്കുറിച്ചാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് പ്രധാനമായും 4 ലക്ഷണങ്ങളാണുള്ളത്. നമ്മളെപ്പോഴും ആ ലക്ഷണങ്ങൾ വിശുദ്ധ കുർബാനയിൽ ഏറ്റുചൊല്ലുന്നതാണ്. ആ സഭയിലുള്ള വിശ്വാസത്തെ നമ്മൾ ഏറ്റുചൊല്ലുന്നതാണ്. അതിലൊന്ന് ഈശോ മിശിഹാ സ്ഥാപിച്ച സഭ ഏകമാണ് എന്നുള്ളതാണ്. ഈശോ മിശിഹാ സ്ഥാപിച്ച സഭ ഏകമാണ്, അതുപോലെ തന്നെ വിശുദ്ധമാണ്, അതുപോലെ തന്നെ ശ്ലൈഹികമാണ്, 4ാമത് സാർവത്രികമാണ് എന്നുള്ളതാണ്. ഇനി ഇതിനെക്കുറിച്ച് നമ്മൾക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഞാൻ പറയാം. എന്താണ് ഏകമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേയുള്ളൂ. എഫേസ്യോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ദൈവം ഏകനാണ്, ദൈവത്തിൻ്റെ ഏകപുത്രൻ സ്ഥാപിച്ച ഈ സഭയും ഏകമാണ്. അതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. ദൈവം ഏകനാണ്, ദൈവത്തിൻ്റെ ഏകപുത്രൻ സ്ഥാപിച്ച ഈ സഭ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് കത്തോലിക്ക സഭയും ഏകമാണ്. ഇനി സഭ വിശുദ്ധമാണെന്ന് പറയുമ്പോൾ നമ്മൾ
ഓർക്കേണ്ടത് ഇതാണ്: ഏകപിതാവ് പരിശുദ്ധനാണ്, ഏകപുത്രൻ പരിശുദ്ധനാണ്, ഏകരൂഹ പരിശുദ്ധനാണെന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഏറ്റുചൊല്ലുന്ന ആ പ്രാർത്ഥന തന്നെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. സഭയുടെ പരിശുദ്ധിയുടെ ഉറവിടം ദൈവം തന്നെയാകുന്നു. അതുകൊണ്ട് സഭ വിശുദ്ധമാണ് എന്ന് നമ്മൾക്ക് ഒറ്റ വാക്കിൽ പറയാം. പരിശുദ്ധനായ ദൈവം, ആ സഭയുടെ പരിശുദ്ധിയുടെ ഉറവിടവും ദൈവം തന്നെയാകുന്നു. അതുകൊണ്ട് സഭ വിശുദ്ധമാണ്. ഇനി സഭ ശ്ലൈഹികമാണ് എന്ന് പറയാൻ കാരണം എന്താണ്? അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയിൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്നതാണ് സഭ. അതുകൊണ്ട് തന്നെ ആ സ്ലീഹന്മാരിൽ തുടർച്ചയായി വരുന്ന, സ്ലീഹന്മാരുടെ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ച ആയ മാർപ്പാപ്പന്മാരാലും മെത്രാന്മാരാലും നയിക്കപ്പെടുന്ന സഭയും ഈ ശ്ലൈഹിക പാരമ്പര്യത്തിലൂടെയാണ് നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സഭ ശ്ലൈഹികമാണ്. ഇനി സഭ സാർവത്രികമാണ്, അതായത് കാതോലികമാണ്. എൻസ്ലൈക്കിക്കൽ എന്ന വേർഡാണ് അവിടെ ഉപയോഗിക്കുന്നത്. സാർവത്രികമാണ് സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല മനുഷ്യർക്കും രക്ഷ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് മനുഷ്യപുത്രൻ അവതരിച്ചിരിക്കുന്നത്. ആ മനുഷ്യപുത്രനാൽ സ്ഥാപിതമായ സഭയും ലോകം മുഴുവന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് കാതോലികം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രിയ കുട്ടികളെ, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ സഭകളുടെ കൂട്ടായ്മയാണ്. 23 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. ആ സഭാ കൂട്ടായ്മയാണ് കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. പ്രധാനമായിട്ടും നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടതാണ്, ഒരു വിശ്വാസവും ഒരു കൂദാശയും ഒരു ഹൈറാർക്കിയുമാണ് ഉള്ളതെങ്കിലും ആരാധനാക്രമത്തിലും ആധ്യാത്മികതയിലും ശിക്ഷണക്രമത്തിലും ഒക്കെ ദൈവശാസ്ത്രത്തിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഈ കത്തോലിക്ക സഭ, ഈ പ്രാദേശിക സഭകൾക്ക്, ഈ കൂട്ടായ്മയ്ക്ക് ഒരു വിശ്വാസം, അതുപോലെ തന്നെ ഒരു കൂദാശ, ഒരു ഹൈറാർക്കി ആണ് ഉള്ളതെങ്കിലും ശിക്ഷണക്രമത്തിലും ദൈവശാസ്ത്രത്തിലും ആരാധനാക്രമത്തിലും ആധ്യാത്മികതയിലും ഒക്കെ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ 22 ഈ ഈസ്റ്റേൺ കാത്തലിക് ചർച്ചസിൻ്റെ കൂട്ടായ്മയാണ് നമ്മളുടെ കത്തോലിക്ക സഭ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. 22 ഈസ്റ്റേൺ കാത്തലിക് ചർച്ചും ഒരു ലാറ്റിൻ ചർച്ചും ചേരുന്നതാണ് നമ്മളുടെ സഭയുടെ കൂട്ടായ്മ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ഒരു യഥാർത്ഥ മാപ്പ് നിങ്ങൾക്ക് പുറകിൽ കാണാം. അതൊരു ഡയഗ്രമാണ്. അതിൽ കത്തോലിക്കരുടെ പോപ്പുലേഷൻസ്, ഓരോ സഭയിലുള്ള അംഗങ്ങളുടെ ഇപ്പോഴത്തെ പോപ്പുലേഷൻസ് നിങ്ങൾക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും. പ്രിയ കുട്ടികളെ, എന്താണ് ഈ പാഠത്തിലൂടെ നമ്മൾക്ക് മനസ്സിലായത്? ഈശോ സഭയുടെ ശിരസ്സാണ്. ഈശോയിൽ സ്ഥാപിതമാണ് സഭ. സഭയുടെ 4 ലക്ഷണങ്ങൾ: സഭ വിശുദ്ധമാണ്, സഭ ഏകമാണ്, സഭ ശ്ലൈഹികമാണ്, സഭ സാർവത്രികമാണ് എന്നാണ്. പ്രിയ കുട്ടികളെ, അപ്പോൾ ഈ കത്തോലിക്ക സഭയിലെ അംഗങ്ങളായ നമ്മൾക്കും അഭിമാനിക്കാം. അതുപോലെ തന്നെ ഈ സഭയുടെ വളർച്ചയ്ക്ക് നമ്മളാൽ കഴിയുന്ന സേവനങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യാം. ഒരു നിമിഷം നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ സഭാഗാത്രത്തിലെ അംഗമായി തീർത്തതിൽ ഞാൻ അഭിമാനിക്കുന്നു. സഭയോടൊത്ത് സഭയെ സ്നേഹിച്ചുകൊണ്ട് സഭയിലെ ഒരു അംഗമായി എന്നും കഴിയുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ. ആമേൻ. പ്രിയ കുട്ടികളെ, നിങ്ങൾക്ക് ഈ ആഴ്ച മുഴുവൻ വായിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനമാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണെന്നുള്ള വചനം നിങ്ങൾ ധ്യാനിക്കുക. അതുപോലെ തന്നെ ഈ പാഠം നമ്മൾക്ക് നൽകുന്ന ബോധ്യങ്ങൾ ഇതാണ്: കത്തോലിക്ക സഭയുടെ ഐക്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അത് നമ്മൾ ശീലമാക്കണം. മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കും. രക്ഷയുടെ അടയാളമായ കൂദാശകൾ ഞാൻ അടിക്കടി ഉൾക്കൊള്ളും എന്ന ഒരു പ്രതിജ്ഞയെ നമ്മൾക്കെടുക്കാം. അങ്ങനെ സഭയെ സ്നേഹിച്ച് ഈ സഭാഗാത്രത്തിലെ നല്ല മക്കളായി നമ്മൾക്ക് വളരാം. അങ്ങനെ സഭ വളരുന്നതോടൊപ്പം നമ്മൾക്കും വളരാം. സഭയെ സ്നേഹിക്കാം, ദൈവവചനത്തെ സ്നേഹിക്കാം. അങ്ങനെ നല്ലവരായി നമ്മൾക്ക് മാറാം. വീണ്ടും ഒരിക്കൽ കൂടി കണ്ടുമുട്ടാൻ ഇടവരട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.